അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല രൂപത്തിൽ തന്നെ നമ്മുടെ ക്ലാസ് എല്ലാ ദിവസവും ഓരോ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഉണർത്താനുള്ളത്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് മാറ്റിവെച്ചാൽ ഒരുപാട് നല്ല അറിവുകൾ, നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കാത്ത അറിവുകൾ തന്നെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഴ പെയ്യുന്ന സമയമാണല്ലോ. അള്ളാഹു നമുക്ക് നൽകുന്ന മഴയൊക്കെ ഉപകാരമുള്ള മഴയാക്കി, മഴയില്ലാത്ത പ്രദേശത്തേക്ക് മഴയെ അള്ളാഹു തിരിച്ചു വേണ്ടുവോളം കുടിക്കാനും കുളിക്കാനൊക്കെ ഉള്ള വെള്ളം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയും ഇൽമ് ധാരാളം നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ തുടക്കം, ഏതൊരു കാര്യത്തിനും തുടക്കത്തിൽ നമ്മൾ ബിസ്മില്ലാഹ്. നമ്മൾ മദ്രസകളിൽ നിന്ന് വരെ നമ്മൾ പഠിച്ചത് ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്നാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, കൂടുതൽ ആളുകളും ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് ബിസ്മി ചൊല്ലാറുള്ളത്. ആ ഒരു രീതി മാറ്റി ബിസ്മിയുടെ അത്ഭുതകരമായ ഒരുപാട് മഹത്വങ്ങൾ പറയുന്നു. അതിൽ നിങ്ങൾ കൂടുതൽ ഇൻക്ലൂഡായി ആ ബിസ്മി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 1-2 ദിവസം ഇൻഷാ അല്ലാഹ് ബിസ്മിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 114 സൂറത്തുകൾ കൃത്യമായിട്ട് ഒരു ഷോർട്ടായ രൂപത്തിൽ തന്നെ, അതായത് ഖുർആനെക്കുറിച്ചൊരു മൊത്തത്തിലൊരു അവബോധം നമുക്കുണ്ടാകാൻ ആ ഖുർആനിൻ്റെ 114 സൂറത്തുകളുടെ പേരുകളും ആ സൂറത്തുകളുടെ മഹത്വങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് വീഡിയോയിലൂടെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബിസ്മി. ബിസ്മി നമുക്കറിയാം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുല്ലു അംരിൻ ലിബാരില്ലാഹി യബ്ദഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തറു എന്നാണ്. ഇത് ഹദീസിൽ കാണാം, ഫഹുവ അഖ്തഉ എന്ന് കാണാം. അതായത് ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു അമലും അത് ബറക്കത്തില്ലാത്തതാണ്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നന്മ തുടങ്ങുമ്പോഴും നന്മയിലധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങണം. ആ തുടങ്ങുന്നതിൽ വലിയ ബറക്കത്ത് ഉണ്ടാകുന്നതാണ്. ഈ ബിസ്മി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഇറക്കി കൊടുത്തത്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ള കാലത്ത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യമായ ആ വചനം അത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മഹാനായ അത് അള്ളാഹുവിലേക്ക് ഉയർത്തുകയും പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഇറക്കി കൊടുത്തു എന്നാണ് ചരിത്രം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് നമുക്കറിയാം വലിയ പ്രളയമുണ്ടായി. ആ പ്രളയമുണ്ടായപ്പോൾ അള്ളാഹു ഒരു കപ്പലുണ്ടാക്കാൻ പറയുകയും ആ കപ്പലുണ്ടാക്കി ആ കപ്പൽ ഓണാക്കാൻ, അത് കപ്പൽ മുന്നോട്ട് പോകണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഇമാമിങ്ങൾ പറയുകയാണ്, ആ ബിസ്മി ചൊല്ലി അത് വാഹനം മുന്നോട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ ആ കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ ബിസ്മി ഓതിയതിൻ്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ കയറിയവരെ രക്ഷപ്പെടുത്തിയതെന്ന് കാണാം. ഇനി ആ കപ്പലൊന്ന് നിർത്തണമെങ്കിലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അത്രയും മഹത്വമേറിയ ഒരു വചനമാണ് ബിസ്മില്ലാഹ്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം വീണ്ടും അല്ലാഹു ബിസ്മിയെ ഉയർത്തുകയും പിന്നീട് വരുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക്
നമ്രുദ് എന്ന് പറയുന്ന സ്വച്ഛാധിപതിയായ ഭരണാധികാരി എറിഞ്ഞപ്പോൾ ആ തീക്കുണ്ടാരത്തിൽ അല്ലാഹുവിന്റെ റസൂലായ പ്രവാചകനായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് പ്രവേശിച്ചതെന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ ആ ബിസ്മി കൊണ്ട് പ്രവേശിച്ചത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ എയർ കണ്ടീഷനായി ആ തീക്കുണ്ടാരത്തെ മാറ്റിക്കൊടുത്തു എന്നാണ്. അത് ബിസ്മിയുടെ മഹത്വം പറയുന്നതിൽ മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ബിസ്മി ഇറക്കി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ആ വചനം മൂസാ നബിക്ക് ഇറക്കി കൊടുക്കുകയും സ്വച്ഛാധിപരണാധികാരിയായ ഏകാധിപരണാധികാരിയായ ഞാനാണ് ഈ ദൈവമെന്ന് പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ ഞാനാണ് സൃഷ്ടാവാണ്, ഞാൻ മാത്രമാണ് ഭരണാധികാരി രാജാവ് എന്ന് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിയിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രം ഭരിച്ച അല്ലെങ്കിൽ ലോകം ഭരിക്കാൻ ശ്രമിച്ച ഫിർഔൻ, ആ ഫിർഔനിന്റെ അദാബിൽ നിന്ന് അല്ലാഹു ഫിർഔനിന്റെയും അനുയായികളെയും അതേ നൈൽ നദിയിൽ മുക്കി കൊലപ്പെടുത്തിയപ്പോൾ ആ നൈൽ നദിയിലേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നൈൽ നദി രണ്ട് പിളർപ്പാകുന്ന ഒരു റോഡ് പോലെ വെള്ളമാകുന്ന നൈൽ നദിയിൽ ഒരു റോഡ് രൂപപ്പെടുകയാണ്, ഒരു വഴി രൂപപ്പെടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും ആ റോട്ടിലൂടെ ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഫിർഔനും അനുയായികളും ബാക്കിൽ മൂസാ നബിയെയും അനുയായികളെയും ആക്രമിക്കാൻ പോവുകയാണ്. അങ്ങനെ നൈൽ നദിയിലേക്ക് അവരിറങ്ങിയപ്പോൾ അതേ ഖുർആൻ പറഞ്ഞില്ലേ, അവരിറങ്ങിയപ്പോൾ വെള്ളം കൊണ്ട് അവരെ മൂടി ആ വെള്ളത്തിൽ അവർ മുങ്ങിച്ചാവുകയാണ് ഉണ്ടായത്. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ മഹത്വമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ധാരാളം അമ്പിയാക്കൾക്കെത്തിയും പിന്നെയോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. സുലൈമാൻ നബിക്കും അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇറക്കി കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധികാരം, മുൽക്ക്, ആ രാജാധികാരം നിലനിർത്തി കൊടുത്തത് ബിസ്മിയുടെ മഹത്വമായിട്ട് മഹത്തുക്കൾ പറയുകയാണ്. അവസാനം വരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ സയ്യിദുൽ അനാമായ സയ്യിദുൽ ഖൽഖായ അതേ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഖുർആനോടുകൂടി തന്നെ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ് അതേ ഖുർആനിന്റെ ആദ്യ വചനം അല്ലാഹു സുബ്ഹാനഹു തആല ബിസ്മി കൊണ്ട് തുടങ്ങ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മി മുത്ത് നബിക്ക് അല്ലാഹു നൽകിയപ്പോൾ ആ ബിസ്മിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബിക്ക് എല്ലാവരെക്കാളും, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെക്കാളും, എല്ലാ അമ്പിയാക്കളെക്കാളും, എല്ലാ മഹത്തുക്കളെക്കാളും ലോകത്തിന്റെ നേതാവായി അല്ലാഹു അനുഗ്രഹം നൽകിയില്ലേ. ബിസ്മിയുടെ മഹത്വമായി മഹത്തുക്കൾ പറയുകയാണ്. അതേ ഇനി ധാരാളം മഹത്വമുണ്ട്. അപ്പൊ ബിസ്മി വന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ബിസ്മിയുടെ മഹത്വം ഇന്ന് മുതൽ ബിസ്മി ചൊല്ലാൻ മറക്കരുത്. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുസൽമാന്റെ വായിൽ നിന്ന് നിർഗളിക്കണമെന്നാണ്. നമ്മൾ എഴുതാനിരിക്കുമ്പോഴും, നമ്മൾ കിടക്കുമ്പോഴും, നമ്മൾ നടക്കുമ്പോഴും, നമ്മൾ പ്രവർത്തിക്കുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, നമ്മൾ വാഹനത്തിൽ കയറുമ്പോഴും ഒക്കെ ബിസ്മി ചൊല്ലാൻ മറക്കരുത്. കേവലം ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല ബിസ്മി ചൊല്ലേണ്ടത്. പ്രിയപ്പെട്ടവരെ, മഹത്വം ഞാൻ കുറച്ച് മഹത്വങ്ങളാണെന്ന് പറയുന്നത്. 2-3 വീഡിയോയിലായിട്ട് ഇൻഷാ അല്ലാഹ് ബിസ്മിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലങ്കയിൽ കിതാബ്, നാളെ നാം ചെയ്തതായ നമ്മുടെ ഭാഗത്ത് വലം ഭാഗത്തൊരു മലക്കും ഇടത് ഭാഗത്തൊരു മലക്കും ഉണ്ട്. റഖീബ്, അതീദ് എന്ന് പറയുന്ന മലക്കുകൾ നമ്മുടെ നന്മ എഴുതുന്നു. റഖീബ്, അതീദ് നമ്മളെ തിന്മ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലത് നന്മയും തിന്മയും എഴുതിയ കിതാബ്
അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ആ നൽകുന്ന സമയത്ത് നമുക്ക് വായിക്കാൻ ഒരാൾ ബിസ്മി ചൊല്ലി വായിച്ചാൽ സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ ബിസ്മി ചൊല്ലിയ ആളുകൾ, ഏത് വിഷയത്തിലും ബിസ്മി ചൊല്ലി തുടങ്ങിയ ആളുകൾ, അവർ ആ ബിസ്മി ചൊല്ലി വായിച്ചു കഴിഞ്ഞാൽ മഹത്തുക്കൾ പറയുകയാണ്, അവന്റെ കയ്യിൽ, വലത് കയ്യിൽ നന്മയുടെ ആ കിതാബ് നൽകുന്നു. ബിസ്മി ചൊല്ലി അവൻ വായിക്കുന്നതോടുകൂടി അവന്റെ തിന്മകൾ എഴുതിയ കിതാബുണ്ടല്ലോ, തിന്മകളെല്ലാം മാഞ്ഞു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്. അപ്പൊ ദുനിയാവിൽ ബിസ്മി ചൊല്ലുന്നൊരു ശീലം നമുക്ക് വേണം. നമ്മുടെ നന്മകളെല്ലാം തൂക്കുമ്പോൾ, അല്ലെങ്കിൽ നന്മകളുടെ പട്ടിക നോക്കുമ്പോൾ അതേ നന്മകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതേ സ്ഥാനത്ത് തിന്മകൾ നോക്കിയാലോ തിന്മകളൊന്നുമില്ല, ഒരു ഫയല് മാത്രം വെറുതെ കാണുന്നു. അതങ്ങ് മറിച്ചു നോക്കിയാൽ ഒന്നുമില്ല. മഹത്തുക്കൾ പറയുകയാണ്, നിങ്ങൾ ആ തിന്മയുടെ പേജ് ഒന്ന് മറിച്ചാൽ വെറും ബ്ലാങ്കായി കിടക്കുന്നത് കാണാം. ഇത് ബിസ്മിയുടെ മഹത്വമായിട്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞില്ല, രണ്ടാമത്തെ വേറൊരു മഹത്വം ഞാൻ പറയട്ടെ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് അസ്റായീൽ വരികയാണ്. അതേ റൂഹ് പിടിക്കുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ വരികയാണ്. വന്നിട്ടോ നബി സല്ലല്ലാഹു മഹാനായ അലി ഇബ്നു അബീ താലിബിനോട് പറയുന്നു, സമ്മതം ചോദിക്കുന്നു, റൂഹ് പിടിക്കട്ടെ. അപ്പൊ പറഞ്ഞു, റൂഹ് പിടിക്കാൻ നിങ്ങൾ ആരാ പറഞ്ഞേച്ചത്? നിങ്ങൾ മലക്കുൽ മൗത്താണെന്ന് എന്താണ് തെളിവ്? അവർ മഹാമഹത്തുക്കളായതുകൊണ്ട് മലക്ക് സമ്മതം ചോദിച്ചതാണ്. അതേ മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അതേ മലക്കിനോട് ചോദിച്ചപ്പോൾ മലക്ക് അല്ലാഹുവിനോട് ചോദിച്ചു, അത് എന്ത് തെളിവാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? സ്വർഗത്തിൽ നിന്നുള്ളൊരു ആപ്പിൾ എടുത്തിട്ട് ആ ആപ്പിളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട്, ആ ബിസ്മി എഴുതിയ ഒരു ആപ്പിൾ ഉണ്ട്, ആ ആപ്പിളുമായിട്ട് റൂഹ് പിടിക്കാൻ ചെല്ലൂ. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ കാണാം. അങ്ങനെ അത് കാണിച്ചപ്പോഴാണ് റൂഹ് പിടിക്കാൻ സമ്മതം നൽകിയത്. ഇങ്ങനെ ബിസ്മിയുടെ മഹത്വങ്ങൾ പറയാണ്. അപ്പൊ സ്വർഗീയ ലോകത്തൊരു ആപ്പിൾ പോലും ബിസ്മി എഴുതിയ ആപ്പിളുണ്ട്, അത് നമുക്ക് കിട്ടുകയാണ് ബിസ്മി ഓതി ജീവിക്കുന്നവർക്ക്. അതുപോലെ തന്നെ മൂന്നാമത്തെ വേറൊരു അത്ഭുതകരമായ മഹത്വം നോക്കൂ. ഹുദ്ഹുദ് എന്ന് പറയുന്ന സുലൈമാൻ നബിയുടെ ചരിത്രത്തിൽ കാണാം. നമ്മുടെ നാട്ടിൽ കാണുന്ന മരംകൊത്തിയെ നമ്മൾ കാണാറുണ്ട്. മരംകൊത്തി നമ്മൾ കാണുന്നതാണ്. ആ മരംകൊത്തി വലിയ മരങ്ങൾ കൊത്തി അങ്ങനെ ഹോളാക്കി തീർക്കുന്നത് നമ്മൾ കാണാറ്. ആ മരംകൊത്തി ബിൽഖീസ് രാജ്ഞി സുലൈമാൻ നബിയുടെ അതേ വളർത്തു മൃഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ പക്ഷികളിൽപ്പെട്ട ഒന്നാണ്. ആ പക്ഷികളിൽപ്പെട്ട മരംകൊത്തിയെ സുലൈമാൻ നബി ബിൽഖീസ് രാജ്ഞിയുടെ അടുത്തേക്ക് ഒരു കത്തുമായി, അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുമായി അയക്കുകയാണ്. ചരിത്രം വിശാലമാണ്, ചുരുക്കട്ടെ. ആ കത്തുമായി അയച്ചപ്പോൾ അതേ മറ്റു പക്ഷികൾ, ലക്ഷക്കണക്കിന് പക്ഷികൾ ചോദിച്ചു, നീ ഒറ്റക്ക് പോകുമ്പോ ബൽഖീസ് രാജ്ഞിയുടെ അതേ സൈന്യം എത്രയാണ്? 12,000 സൈന്യങ്ങളുണ്ടല്ലോ. അതിൽ ഓരോരുത്തരും കൺട്രോൾ ചെയ്യുന്ന സൈന്യങ്ങൾ 100,000. എങ്ങാനും ഒരു ചെറിയ പക്ഷി ഒന്നങ്ങോട്ട് പാറിയാൽ അവരുടെ വെടിയുണ്ടകൾക്ക് ഇരയായി പോകുമല്ലോ. എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ബൽഖീസ് രാജ്ഞിയുടെ അടുത്തേക്ക് പോകുന്ന ഹുദ്ഹുദ് എന്ന് പറയുന്ന മരംകൊത്തിയോട് അതേ
മറ്റു പക്ഷികൾ ചോദിച്ചു എത്രേ ചരിത്രമാണ്. അങ്ങനെ ഹുദുഹുദ പറഞ്ഞു, എനിക്ക് പേടിയില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഈ കത്തിന്റെ പുറംവശത്ത് എഴുതിയിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ വചനമാണ്. അല്ലാഹ് വിചാരിക്കാതെ ഒരാൾക്കും തൊടാൻ സാധിക്കില്ല. ഉടനെ അല്ലാഹു ഇത് കണ്ടിട്ട് അതിനൊരു വലിയ സന്തോഷം നൽകിയെന്ന് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മകുടം ചാർത്തുകയാണ്. ആർക്ക്? ഈ പക്ഷി അല്ലാഹുവിനെ വാഴ്ത്തിയപ്പോൾ, ബിസ്മിയുടെ മഹത്വം പറഞ്ഞപ്പോൾ, അതേ നമുക്ക് മരംകൊത്തിയുടെ മുകൾ ഭാഗത്ത് ഒരു പൂവ് പോലൊരു സാധനം കാണാറില്ലേ? അതെന്തിന്റെ പേരിലാണ്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു മകുടം ചാർത്തി കൊടുത്തു ഈ ബിസ്മിയുടെ മഹത്വം പറഞ്ഞതിന്റെ പേരിൽ. അതാണ് മരംകൊത്തിയുടെ പൂവ്. അതിന് അല്ലാഹു നൽകിയൊരു അംഗീകാരമാണ്. ഇതിപ്പോഴും മരംകൊത്തിയെ കണ്ടാ നമ്മ മനസ്സിലാക്കണം, ഇത് ചരിത്രമാണ്. മറ്റൊരു മഹത്വം നോക്കൂ. മുൻഗാമികൾക്ക് അവർ 1000 റക്അത്ത് നിസ്കരിക്കുമ്പോൾ, അതേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്ത് മുഹമ്മദ് വലിയ അനുഗ്രഹീതരാണ്. ആ ഉമ്മത്ത് മുഹമ്മദാകുന്ന നമ്മൾ അതേ മുൻഗാമികളിൽ 1000 റക്അത്ത് നിസ്കരിച്ചാൽ അത്ര തൂക്കമുണ്ടാകും. ഉമ്മത്ത് മുഹമ്മദാകുന്ന ഞാനും നിങ്ങളും ഓരോരുത്തരും 1 റക്അത്ത് നിസ്കരിച്ചാൽ വലിയ അത്ഭുതം മഹത്തുക്കൾ പറയുന്നു. കാരണം എന്താണ്? നമ്മുടെ ഓരോ നിസ്കാരത്തിലും ഓരോ റക്അത്തിലും അതേ ബിസ്മി ഓതിക്കൊണ്ടാണല്ലോ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് വലിയ മഹത്വമാണ്. ഇത്രയും മഹത്വം ബിസ്മി ഉള്ളത് കൊണ്ടാണ് മറ്റൊരു മഹത്വം പറയുകയാണ്. വാഹനത്തിൽ കയറിയാൽ ബിസ്മി ഓതണം. വാഹനത്തിൽ കയറിയ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യാത്ര പോകുമ്പോ ഒട്ടകപ്പുറത്താണ് യാത്ര പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബീ ഹുറൈറ, കയറുന്ന വാഹനത്തിൽ ബിസ്മി ചൊല്ലി കയറിക്കോ. ഓരോ ചവിട്ടടിക്കും നിനക്ക് അല്ലാഹു പ്രതിഫലം തരും. അബൂ ഹുറൈറയെ വിളിച്ച് മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഇത് വലിയ മഹത്വമാണ് ബിസ്മിയുടേത്. അല്ലാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ ബിസ്മി പഠിപ്പിക്കണം, നമ്മുടെ കുടുംബങ്ങളെ ബിസ്മി പഠിപ്പിക്കണം. നമ്മുടെ എല്ലാ വിഷയത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതേ ബാത്റൂമിൽ കയറുമ്പോൾ പോലും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നല്ലേ പറയുന്നത്. ഇങ്ങനെ എല്ലാ വിഷയത്തിലും ബിസ്മി ചൊല്ലണം. വെറും ബിസ്മി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ബിസ്മില്ലാഹി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിപൂർണമായി പറഞ്ഞു ചെയ്യണേ. ചില ആളുകൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് കടക്ക് പേരിടാറുണ്ട്, ബിസ്മി എന്ന് പറഞ്ഞ് പേരിടാറുണ്ട്. അതിനേക്കാൾ നല്ലത് അതേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി വെച്ചിട്ട് ആ രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ബിസ്മി പരിപൂർണതയോടുകൂടി പറയുമ്പോഴും എഴുതുമ്പോഴാണ് അതിൻ്റെ മഹത്വം ലഭിക്കുകയുള്ളൂ. അല്ലാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് കാണാം, ഒരുപാട് മഹത്വം കിതാബുകളിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ബിസ്മില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിൽ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ബിസ്മി എന്താണ്? ബിസ്മി അവരുടെ പാത്രങ്ങൾ മൂടി വെക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. വാതിലടക്കുമ്പോ ബിസ്മി ചൊല്ലണം. അങ്ങനെ ബിസ്മി ചൊല്ലി വാതിലടച്ചാൽ ആ വീട്ടിലേക്ക് പിന്നെ ശൈത്താൻ കയറൂല. അതേ അവരുടെ ഭക്ഷണത്തിൽ ശൈത്താൻ ഭക്ഷിക്കൂല. ബറക്കത്തുള്ള വീടാവുകയാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വേറൊരു മഹത്വക്കൾ രേഖപ്പെടുത്തുന്നു. സ്വർഗത്തിലൊരു വീടുണ്ട്, സ്വർഗത്തിലൊരു വീട് ലഭിക്കാന്ന് പറഞ്ഞാൽ അതിലുണ്ട് മുന്തിരി തോട്ടവും റൊമ്മാനും. രസമുള്ളതാണേ കദളിപ്പഴം തിന്നാനും.
അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ സ്വർഗത്തിൽ പറയുമ്പോൾ സ്വർഗത്തിലൊരു വീടുണ്ട്. ആ വീട് ആർക്കുള്ളതാണ്? ആ വീടിന്റെ പേരെന്താണ്? ദാറുന്നൂർ എന്നാണ്. ദാറുന്നൂർ എന്ന് പറയുന്ന ഒരു വീടുണ്ട്. ആ വീട് പ്രകാശത്തിനാൽ മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രകാശമാണ്, തൂണില്ലാത്തൊരു വീടാണ്. അത് പ്രകാശം കൊണ്ട് പ്രോജ്വലിച്ചു നിൽക്കുകയാണ്. ആ വീട്ടിലേക്ക് കയറാൻ എന്താണ് വഴി? ഡോറുകൾ ആ വീടിനില്ല, പ്രകാശത്താലുള്ള വീടാണ്. മഹത്തുക്കൾ പറയുന്നു സുബ്ഹാനല്ലാഹ്, ആ വീട്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വീട് നോക്കി പറഞ്ഞാൽ ആ വീടിൻ്റെ അകത്ത് എത്തിപ്പെടുന്നു. അത്രയും മഹത്വമുള്ള ഒരു വീട് ബിസ്മിയോദിയവർക്ക് അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് മഹത്തുക്കൾ പറയുന്നത് കാണാം. വേറൊരു മഹത്വം, നമ്മൾ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധം മലക്കുകൾ വരികയാണ്. ആ മലക്ക് വന്നിട്ട് പറയും, അതേ നമുക്ക് കടലാസും മഷിയും തന്നിട്ട് കഫം പുടവയിൽ എഴുതാൻ വേണ്ടി പറയും. അങ്ങനെ ഒരു വിഭാഗം മലക്ക് വന്ന് പറയുമ്പോൾ എഴുതാൻ കഴിയുന്നവരൊക്കെ എഴുതി വെക്കേണ്ടതുണ്ട്. ആ എഴുത്തിന്റെ രീതി അനുസരിച്ചാണ് ശിക്ഷാ നടപടി എടുക്കുന്നത്. ആ സമയത്ത് ബിസ്മി എഴുതി വെച്ചാൽ, ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അവനാ ഖബറിൽ വിജയമാണ്. അങ്ങനെ വിജയം ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ബിസ്മി മനസ്സറിഞ്ഞ് ചൊല്ലാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വീഡിയോ സമയം കൂടുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും ബിസ്മിയുടെ മഹത്വങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നമ്മളെ ഈ ചാനൽ ഏറ്റെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ആർജിച്ചെടുക്കാനും നന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാനും നന്മ മനസ്സിലാക്കാനും അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീൻ കൂടുതലായി പഠിച്ച് ജീവിതം നയിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.